ജനുവരി 20-ന് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേൽക്കും. അതിനിടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പരിചയസമ്പന്നനും ബുദ്ധിമാനുമായ രാഷ്ട്രീയക്കാരനാണെങ്കിലും വധശ്രമത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഒട്ടും സുരക്ഷിതനല്ലെന്നും ഏത് നിമിഷവും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നുമാണ് പുടിൻ പറയുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ വഴിത്തിരിവുകൾ ഞെട്ടിച്ചെന്നും പുടിൻ പറയുന്നു. US തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപിൻ്റെ കുടുംബത്തിനെതിരായ രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനം തന്നെ ഞെട്ടിച്ചെന്നാണ് പുടിൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യയിൽ കൊള്ളക്കാർ പോലും ഇത്തരം രീതികൾ അവലംബിക്കില്ലെന്നാണ് പുടിൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള നേതാക്കളിൽ ഒരാളാണ് ട്രംപ്. ഔദ്യോഗികമായി പ്രസിഡന്റാകുന്നതോടെ ഇത് ഇരട്ടിയാവുകയും ചെയ്യുമെങ്കിലും ഇറാൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് ഇവിടെ നിർണായകമായിരിക്കുകയാണ്. മുമ്പ് പലതവണ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളയാളാണ് ട്രംപ്. ഇറാൻ്റെ കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു. ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് അഫ്ഗാൻ പൗരനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് അമേരിക്കൻ സർക്കാർ. ട്രംപിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തെന്നാരോപിച്ചാണ് അഫ്ഗാൻ പൗരൻ ഫർഹാദ് ഷാക്കേരിക്കെതിരെ അമേരിക്ക കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇറാനിയൻ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പദ്ധതിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 51-കാരനായ ഫർഹാദ് അറസ്റ്റിലായിട്ടില്ലെന്നും ഇറാനിലുണ്ടെന്നാണ് കരുതുന്നതെന്നും മാൻഹാട്ടൻ കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ പറയുന്നുണ്ട്. സെപ്റ്റംബറിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ നിർദ്ദേശപ്രകാരം ട്രംപിനെ നിരീക്ഷിച്ച് വധിക്കാൻ ഷാക്കേരി പദ്ധതി ആസൂത്രണം ചെയ്തെന്നാണ് അമേരിക്കയുടെ ആരോപണം. 7 ദിവസത്തിനകം ട്രംപിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കാനായിരുന്നു നിർദ്ദേശം. ഈ സമയപരിധിക്കുള്ളിൽ ട്രംപിനെ കൊലപ്പെടുത്താൻ സാധിക്കില്ലെന്ന വിലയിരുത്തലിൽ താൽക്കാലികമായി പദ്ധതി നിർത്തിവെച്ചു. തെരഞ്ഞെടുപ്പിൽ ട്രംപ് തോൽക്കുമെന്നും പിന്നീട് വധശ്രമം എളുപ്പമാകുമെന്നും ഷാക്കേരി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതായും പ്രോസിക്യൂട്ടർമാർ ആരോപിക്കുന്നു. ചെറുപ്പത്തിൽ അമേരിക്കയിലെത്തിയ ആളാണ് ഷാക്കേരിയെന്നും ക്രിമിനൽ കേസിൽ 14 വർഷം ജയിലിൽ കിടന്ന ശേഷം 2008-ൽ നാട് കടത്തിയതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇറാൻ്റെ കടുത്ത വിമർശകനായ ഒരു അമേരിക്കൻ പത്രപ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച 2 പേർക്കെതിരെയും കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇരുവരെയും US പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷാക്കേരി പണം വാഗ്ദാനം ചെയ്താണ് 2 പേരെയും റിക്രൂട്ട് ചെയ്തതെന്നാണ് കണ്ടെത്തൽ. ഇവരെ കൂടാതെ അമേരിക്കൻ ജയിലുകളിൽ നിന്ന് മറ്റു ചിലരെയും ഇറാൻ പണം കൊടുത്ത് റിക്രൂട്ട് ചെയ്തതായി സംശയിക്കുന്നുണ്ട്. ഈ വർഷം മറ്റ് 2 വധശ്രമങ്ങളാണ് ട്രംപ് നേരിട്ടത്. ജൂലൈയിൽ പെൻസിൽവാനിയയിൽ റാലിക്കിടെ ട്രംപിന് നേരെ വെടിവയ്പുണ്ടായി. ആക്രമണത്തിൽ ട്രംപിൻ്റെ ചെവിക്ക് പരിക്കേറ്റു. സെപ്റ്റംബറിൽ വെസ്റ്റ് പാം ബീച്ചിൽ ഗോൾഫ് കളിക്കുന്നതിനിടയിലും ട്രംപിന് നേരെ വധശ്രമമുണ്ടായി. ഇപ്പോൾ ഇറാൻ്റെ ഉറ്റ ചങ്ങാതി കൂടിയായ പുടിൻ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് വ്യക്തമായ സൂചന ഉള്ളതുകൊണ്ടാണെന്നും വിലയിരുത്തലുണ്ട്.